ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉസ്താദ് മാണിയുടെ ലീലാവിലാസങ്ങൾ. പണി വരുന്നുണ്ട് മാണിപ്പറമ്പ, സൂക്ഷിച്ചോ. എൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്ന ഈ മുന്നേറ്റക്കാര്, വിമതര്, ഈ പപ്പരാറ്റ്സി എന്ന് പറയില്ലേ, ആ വിവരദോഷികളായ അവർ അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അരി എവിടെ, തുണി എവിടെ, പറയൂ പറയൂ നമ്പൂരി, EMSന്റെ കാലത്തുള്ളൊരു മുദ്രാവാക്യമാണിത്. ഇതുപോലൊരു നാറിയ ഭരണം കേരള മക്കൾ കണ്ടിട്ടില്ല. കരുണാകരൻ്റെ കാലത്തെ ഒരു മുദ്രാവാക്യമായിരുന്നു. അസത്യം കലർന്ന മുദ്രാവാക്യങ്ങളാണ്. അതിനേക്കാൾ എത്രയോ നാറിയ ഭരണം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ പല പരിവൃത്തി ഇതിങ്ങനെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവയിലെ അസത്യത്തിൻ്റെ അംശം വിസ്മരിക്കപ്പെടുകയും അത് സത്യമാണെന്ന് തോന്നിപ്പോവുകയും ചെയ്യും. ഒരു നുണ തന്നെ അങ്ങനെ പല പ്രാവശ്യം ആവർത്തിക്കുക, ഒരു മുദ്രാവാക്യം, അസത്യമായ മുദ്രാവാക്യം പല പ്രാവശ്യം ആവർത്തിക്കുക. അപ്പോൾ അസത്യത്തിൻ്റെ അംശം പതുക്കെ വിസ്മരിക്കപ്പെട്ട് സത്യമാണെന്നുള്ള തോന്നൽ വരും. അതിങ്ങനെ കുറേ പേര് ഒരുമിച്ച് കൂടി മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതൊരു വിഷം വമിക്കും, അതിൽ നിന്ന് വിഷം വ്യാപിക്കും. ഈ വിഷം കുറേ പേരുടെ ഇന്ദ്രിയങ്ങളെ തളർത്തും. തളർന്ന ഇന്ദ്രിയങ്ങൾക്ക് അസത്യത്തെ സത്യത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ കഴിയില്ല. അവർ ഈ ഇന്ദ്രിയങ്ങൾ തളർന്നു പോയാൽ അസത്യത്തെ സത്യമായി സ്വീകരിക്കാൻ അവർ തയ്യാറാകും. ഇത് M. കൃഷ്ണൻ നായർ സാഹിത്യഭാര ഫലത്തിൽ കുറിച്ചതാണ്. എന്തിനാണ് ഞാൻ ഇവിടെ ഇത് സൂചിപ്പിച്ചത്? ഈ വിമതരും, എറണാകുളം വിമതരും അൽമായും മുന്നേറ്റക്കാരും അസത്യമായ മുദ്രാവാക്യങ്ങൾ ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുക. മാണിപ്പറമ്പനെ വിലക്കി പോളണ്ട് മെത്രാൻ, മാണിപ്പറമ്പനെ വിലക്കി പോളണ്ട് മെത്രാൻ. പോളണ്ട് മെത്രാൻ, അങ്ങനെ ഒരു മെത്രാൻ ഉണ്ടാവോ? ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യ മെത്രാൻ ഒരു മെത്രാനുണ്ടോ? ഉണ്ടാവുമായിരിക്കും, എനിക്കറിഞ്ഞുകൂടാ. ഈ വിമതർക്ക് എന്നെക്കാൾ വിവരമുണ്ടല്ലോ. വത്തിക്കാൻ വടിയെടുത്തു, മാണിപ്പറമ്പൻ വീഡിയോസ് ഡിലീറ്റ് ചെയ്തു. വീഡിയോസ് ഒന്നൊന്നായി യൂട്യൂബിൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിദ്വേഷ പ്രചാരണ വീഡിയോസ്. ഏത് വീഡിയോസാണ്, എവിടെയാണ് നീക്കം ചെയ്തതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതുവരെ ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. മാണിപ്പറമ്പിൽ എന്ന് പറഞ്ഞാൽ ഞാനാണ്, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഇവരേതാണ് ഈ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നടക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ മാണിപ്പറമ്പൻ്റെ മലയാളത്തിലുള്ള വീഡിയോസ് കേട്ട് പോളണ്ടിലെ മെത്രാൻ, ഏതെല്ലാം മെത്രന്മാർക്കാണാവോ അതിൻ്റെ മലയാളം മനസ്സിലായത്? എന്നെ വിലക്കാനേ. ഈ കുറച്ചെങ്കിലും കേട്ടാൽ വിശ്വസിക്കുന്ന നുണ വേണ്ടേ പ്രചരിപ്പിക്കാൻ മുന്നേറ്റക്കാരെ, വിമതരെ? കുറച്ചെങ്കിലും കേട്ടാൽ വിശ്വസിക്കാൻ തോന്നുന്ന നുണ വേണ്ടേ പറയാൻ? കഷ്ടം. പക്ഷേ ഈ കാളകൂട വിഷം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ ഇന്ദ്രിയങ്ങൾ തളർത്തും. അവർക്ക് സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ വരും. അത് അവരുടെ കൂട്ടത്തിലുള്ളവർക്കാണ്. എൻ്റെ കൂട്ടത്തിലുള്ളവർക്കോ സഭയുടെ കൂട്ടത്തിലുള്ളവർക്കോ പ്രശ്നം ഉണ്ടാവില്ല. അവർക്കത് അവരുടെ ഇന്ദ്രിയങ്ങൾ തളരില്ല. പക്ഷേ അൽമായ മുന്നേറ്റക്കാരുടെയും വിമതരുടെയും കൂട്ടത്തിലുള്ളവർ പലരുടെയും ഇന്ദ്രിയങ്ങൾ തളർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അസത്യവും സത്യവും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയില്ല. അതാണ് അവരുടെ പ്രശ്നം. സത്യമേത് അസത്യമേതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം, ഇരുളേത് വെളിച്ചമേതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവരുടെ ഹൃദയം കഠിനമായി പോയിരിക്കുന്നു. അതിങ്ങനെ കുറേ നാൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാപമാണെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റാതെ വരും. അതിനാണ് ഹൃദയകാഠിന്യം എന്ന് പറയണേ. ഈ മറ്റന്നാള് ഞാൻ പൗലോസ്ലിഹ സഭകൾ സ്ഥാപിച്ച ഗ്രീസിലെ ആഥൻസ്, പിന്നെ കൊരിന്തോസ് എന്നീ പട്ടണങ്ങളിലേക്ക് പോകുകയാണ്. പുരാതന പട്ടണങ്ങളാണ്, അവിടെ ഒന്നും പള്ളിയില്ല. പിന്നെ യോഹന്നാൻ സ്ലീഹ പ്രവാസത്തിലായിരുന്ന പത്മോസ് ദ്വീപിലേക്ക് പോകും. വെളിപാട് പുസ്തകം രചിക്കപ്പെട്ട പത്മോസ് ദ്വീപ്, 18 മാസം യോഹന്നാൻ അവിടെ പ്രവാസത്തിലായിരുന്നു. ഒരു 40 പേർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൽ കോൺഫറൻസ് ഉണ്ട്. പ്രധാനമായും എൻ്റെ കോൺഫറൻസ്, കുർബാന, വേറൊരു അച്ഛനും കൂടിയുണ്ട്, പിന്നെ പള്ളിപ്രസംഗം, പിന്നെ ആ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രപരമായ വസ്തുതകൾ. ഇതിനു വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ആഥൻസ് നഗരത്തിലും അതുപോലെ പഴയ കൊറിന്തോസിലൊന്നും അങ്ങനെ അവശിഷ്ടങ്ങളേ ഉള്ളൂ, പഴയ പട്ടണങ്ങളുടെ. അവിടെ ഒന്നും പള്ളിയില്ല. പൗലോസ്ലിഹ എവിടെയാണ് സ്ഥിരമായിട്ട് വന്ന് പ്രസംഗിച്ച, ഇതൊക്കെ ഞാൻ ചെറിയ വീഡിയോസിലൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇനിയുള്ള വീഡിയോസിൽ ഇടും ചെയ്യാം.
അപ്പോൾ അവിടെ ആ സ്ഥലത്ത് നമ്മൾക്ക് കുർബാന അർപ്പിക്കാൻ ഒരു മോഹമുണ്ട്. പക്ഷെ അവിടെ നമുക്ക് കുർബാന അർപ്പിക്കാനായിട്ട് നമുക്ക് പള്ളിയില്ല. വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ പള്ളിയില്ലാത്തൊരു സ്ഥലത്ത്, പ്രധാനപ്പെട്ട ചരിത്രപരമായി വളരെ പ്രധാനപ്പെട്ട സ്ഥലത്ത് പൗലോസിലേക്ക് അങ്ങനെ കയറി നിന്ന് പ്രസംഗിച്ച ആരിയോപ്പാഗസ്, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഈ കപ്പലിറങ്ങി വന്നിട്ട് പ്രസംഗിച്ചിരുന്ന സ്ഥലം 1.5 വർഷത്തോളം കോരിന്തോസിൽ പൗലോസ് താമസിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് കുർബാന അർപ്പിക്കണമെങ്കിൽ എന്താ ഒരു മാർഗം? പള്ളിയില്ല, ബലിപീഠമില്ല. എന്താ മാർഗം? സഭയെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, പക്ഷെ അൽമായ മുന്നേറ്റക്കാർക്കും വിമതർക്കും അറിയില്ല. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, നമ്മൾ ദപ്പ എന്ന് പറയുന്ന സംഗതിയുണ്ട്. തബലീത്ത, തബലൈത്ത എന്നൊക്കെ പറയും. ലിറ്റററിയെ കുറിച്ചുള്ള എൻ്റെ ക്ലാസ്സിൽ ഞാനത് അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ അത് കാണിക്കുകയാണ്. ഇത് നിങ്ങൾ കാണണം. നമ്മൾ വളരെ ഭദ്രമായി, ഇതിനൊരു മറ്റൊരു കവർ കൂടിയുണ്ട്. ആ കവറിലാണ് ശരിക്കും വെക്കേണ്ടത്. അതൊന്ന് വാഷ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. ഇത് നാളെ പോകേണ്ട കാരണമുള്ളത് കൊണ്ട് ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഈ ദപ്പ എന്ന് പറയുന്നത്. പോർട്ടബിൾ ഓൾട്ടർ എന്നാണ് ഇത് പറയുക. പോർട്ടബിൾ ഓൾട്ടർ, കൊണ്ടു നടക്കാവുന്ന അൾത്താര. അത് നമ്മുടെ സാധാരണ മറ്റേ അൾത്താര പോലെ തന്നെ നമുക്ക് വഴിയിൽ വെച്ചോ യാത്രയിലോ കുർബാന അർപ്പിക്കണമെങ്കിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു അൾത്താരയാണ്, ബലിപീഠമാണ് ഈ ദപ്പ എന്ന് പറയുന്ന, തബലീത്ത അല്ലെങ്കിൽ തബലൈത്ത എന്ന് പറയുന്ന ഈ പോർട്ടബിൾ ഓൾട്ടർ. ഇത് വെച്ചിട്ട് പിന്നെ നമ്മൾ തുണികളൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. ഇതിന്റെ ഈ മറ്റു വിശദാംശങ്ങളൊക്കെ ഞാൻ ആ ലിറ്റററിയെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഗ്രീസിൽ പോയിട്ടുണ്ട്. അവിടെ കുർബാന അർപ്പിക്കുന്ന സംഗതികൾ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ വിമതരും മുന്നേറ്റക്കാരും എടുത്തിട്ട് ദേവാലയവിരില്ലാതെ മാണിപ്പറമ്പൻ കുർബാന അർപ്പിക്കുന്നു, ബലിപീഠമില്ലാതെ കുർബാന അർപ്പിക്കുന്നു, പള്ളിയില്ലാതെ കുർബാന അർപ്പിക്കുന്നു, പിന്നെയാണോ ഇവിടെ വന്നിട്ട് ഏകീകൃത കുർബാന വേണം, ദൈവോന്മുഖ കുർബാന വേണം എന്നൊക്കെ പറയണേ എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോസ് എടുത്തിടുന്നുണ്ട്. ഇവർക്ക് ഈ വക കാര്യങ്ങൾ യാതൊന്നും അറിയില്ല. നമ്മളൊരു പള്ളിയില്ലാത്ത സ്ഥലത്ത് പോയാൽ കുർബാന അർപ്പിക്കാൻ എന്താണ് മാർഗം എന്ന കാര്യം അവർക്കറിയില്ല. നമ്മൾ ഏകീകൃത കുർബാന വേണമെന്ന് പറഞ്ഞാൽ അതാണ് പൊതു മാനദണ്ഡം. അതേസമയം നമ്മൾ വളരെ ആദിവാസികളുടെ ഇടയിൽ പോയി അവിടെ പള്ളിയൊന്നുമില്ല. അപ്പൊ നമുക്ക് കുർബാന അർപ്പിക്കാനോ? നമ്മൾ ഈ പോർട്ടബിൾ ഓൾട്ടർ കൊണ്ടുപോകും, കൊണ്ടു നടക്കാവുന്ന ആൾക്കാരെ കൊണ്ടുപോയി അങ്ങനെയാണ് കുർബാന അർപ്പിക്കുക. അങ്ങനെയാണ് സഭയുടെ നിയമം. ഇത് മനസ്സിലാക്കാതെ വെറുതെ അന്നത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മുൻപ് ഇതിപ്പോൾ ഞാൻ പല പ്രാവശ്യം പോകുന്നത്, ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് ഈ ഗ്രീസിലും ഇവിടെയൊക്കെ. അത് ഇങ്ങനെയുള്ള കോൺഫറൻസും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ടാണ്. ഇതിന് മുമ്പത്തെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് ഗ്രീസിൽ പോയപ്പോൾ അപ്പോഴും വേറൊരു അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 50 പേരുകളുണ്ടായിരുന്നു. അപ്പോൾ ആ അച്ഛനാണ് അവിടെയുള്ള, അത് നമ്മൾ ഫിലിപ്പി ലേഖനം ഉണ്ടല്ലോ, ആ ഫിലിപ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ്, ഗ്രീസിന്റെ വടക്ക് ഭാഗത്ത്. തെസലോണിക്കയിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി അങ്ങനെ ഫിലിപ്പിയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഒരു പള്ളിയിൽ ഓർത്തഡോക്സ് പള്ളിയുണ്ട്. ഗ്രീസിൽ പ്രധാനമായും ഓർത്തഡോക്സുകാരാണ്, ഗ്രീക്ക് ഓർത്തഡോക്സ്. അപ്പോൾ അവിടെ ഗ്രീക്ക് ഓർത്തഡോക്സിന്റെ പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ടാകണം, അതൊക്കെ അച്ഛനാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഗ്രീസിൽ പോണേ, 50 പേരുണ്ട്. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ കുർബാനയ്ക്കിടയിൽ പ്രസംഗം എൻ്റെയാണ്. ഞാൻ പ്രസംഗം പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു കപ്പ്യാരെ പോലത്തെ ഒരാളോട് അച്ഛനൊക്കെ സംസാരിച്ചു. അങ്ങനെ കുർബാന തുടങ്ങി. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പള്ളിയുടെ ഉത്തരവാദിത്തമുള്ള ഒരു ഗാർഡിയനോ അങ്ങനെ ഒരാൾ വന്നു. അദ്ദേഹം പുറകിൽ നിന്നിട്ട് ഇങ്ങനെ കൈ കൊട്ടിയിട്ട് പറഞ്ഞു, സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ പേടിച്ചു പോയി, എന്താണാവോ ദേശവിരുദ്ധമായിട്ട് വല്ലതും പറഞ്ഞോ എന്നൊക്കെയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾക്കൂടെ കുർബാന അർപ്പിക്കാൻ പറ്റില്ല. പ്രസംഗം കഴിയും, പ്രസംഗം നിർത്തിക്കോ, പ്രസംഗം അവസാനിപ്പിക്കാം, പ്രസംഗം നിങ്ങൾ പൂർത്തിയാക്കിക്കോ, അതിന് പുറത്തിറങ്ങണം. അപ്പം നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? കുർബാന പകുതി. അപ്പോൾ ഞങ്ങൾ നേരെ മുമ്പിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു അരുവി. അപ്പോൾ അവിടെ നമ്മുടെ ഗൈഡ് പറഞ്ഞു, ഈ അരുവിയിലാണ് പൗലോസ്ലീഹ ലിഡിയായി മാമോയിസം മുക്കിയത്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് താനും. അതായത് യൂറോപ്പിലെ ആദ്യത്തെ സ്ത്രീ മാമോയിസം മുക്കപ്പെട്ടതാണ്. അതിന് തൊട്ട് മുമ്പിലാണ് ഈ ഓർത്തഡോക്സ് പള്ളി. അപ്പം ഞങ്ങൾ ഈ ലിഡിയായെ, യൂറോപ്പിലെ ആദ്യത്തെ വനിതയെ പൗലോസ്ലീഹ മാമോയിസം മുക്കിയ ആ ലിഡിയായി മാമോയിസം മുക്കിയതിൻ്റെ അവിടെ വെച്ച് ഞങ്ങൾ ഈ ദപ്പയ്ക്കിട്ട് ഞങ്ങൾ കുർബാന കണ്ടിന്യൂ ചെയ്തു. കുർബാന കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കുർബാന പൂർത്തിയാക്കാൻ നിങ്ങൾ അനുവദിക്കാതിരുന്നത്? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, ലത്തീൻ സഭയുടെ ഈ ജനാഭിമുഖ കുർബാന കൂദാശയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. ലത്തീൻ സഭയുടെ ഈ ജനാഭിമുഖ കുർബാന കൂദാശയായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നില്ല. പള്ളിയിൽ കൂദാശ അർപ്പിക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് സമ്മതിക്കാത്തത്. ഓർത്തഡോക്സ്, ഗ്രീക്ക് ഓർത്തഡോക്സിലെ അതിൻ്റെ ആ പള്ളിയുടെ ഗാർഡിയൻ പറഞ്ഞ കാര്യം പറയണേ. അതായത് ഓർത്തഡോക്സുകാർ ലത്തീൻ സഭയിലെ ജനാഭിമുഖ കുർബാനയെ കൂദാശയിൽ കാണുന്നില്ല. അത് പെന്തക്കോസ്തുകാരുടെ ഒരു പരിപാടി പോലെ
ഇല്ല, ഒരു കൂട്ടപ്രാർത്ഥന പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഒരു സാമൂഹിക മീറ്റിംഗ് ദൈവോന്മുഖമായിട്ടല്ലെങ്കിൽ കൂതാശിയാകില്ലെന്നാണ് ഓർത്തഡോക്സുകാരുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവിടെ കുർബാന ചൊല്ലാൻ അനുവദിക്കാതിരുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? അപ്പൊ നമുക്ക് എല്ലാവരുടെയും നമുക്ക് ഇതുപോലെ കുർബാന അർപ്പിക്കാൻ കഴിയില്ല, അവരനുവദിക്കില്ലേ പലയിടത്തും. അപ്പോഴൊക്കെ നമുക്ക് ഈ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കാവുന്ന അൾത്താർ എന്ന് പറഞ്ഞ ദപ്പ അല്ലെങ്കിൽ തബലീത്ത അല്ലെങ്കിൽ തബലൈത്ത വേണം. ഇനി ഇപ്പൊ ഞാൻ പോയി 12 ദിവസം ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു, ഇതിന്റെ ഫോട്ടോസൊക്കെ അവർ ഇടും. അപ്പൊ നിങ്ങൾ പിന്നെയും മാണിപ്പറമ്പലച്ചൻ ദേവാലയവിരിയില്ലാതെ ജനാഭിമുഖമായി പിന്നെ ബലിപീഠമില്ലാതെ കുർബാന അർപ്പിക്കുന്നു പറഞ്ഞ് വീഡിയോസ് ഇടും. ഈ പറഞ്ഞ അൽമായ മുന്നേറ്റക്കാരും വിമതരും. അവർക്ക് വിവരമില്ല, ലോക പരിചയമില്ല. നമ്മൾ വിചാരിക്കും എറണാകുളത്തല്ല, കേരളത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഏരിയയാണ് എറണാകുളം. വെറുതെ പറയുക. അവർ പൊട്ടക്കുളത്തിലെ തവളകളാണ്. അവർക്ക് ഈ ലോകം എന്തെന്നറിയില്ല, സഭ എന്തെന്നറിയില്ല, സുറിയാനി സഭ എന്തെന്നറിയില്ല, കൽതായ സഭ എന്തെന്നറിയില്ല, യാതൊന്നും അറിയില്ല. കുറച്ച് പണം ഉണ്ടാക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ഭൗതിക കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഈ ആധ്യാത്മികവും കൗതാശികവും സഭാത്മകവുമായ കാര്യങ്ങളിൽ അവർ വട്ടപൂജ്യമാണ്. അതുകൊണ്ടാണ് അവരിങ്ങനെ എന്റെ പിന്നാലെ നിന്നിട്ട് എന്നെ ഇങ്ങനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇത്തരം അറിവില്ലായ്മയിൽ നിന്നുള്ള ചില ഫോട്ടോസും വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തിടുന്നത്. അപ്പൊ നിങ്ങൾ ഈ എന്റെ സഭയോടൊപ്പം നിൽക്കുന്നവർ നിങ്ങൾ അറിഞ്ഞിരുന്ന കൊള്ളാം. കാരണം നിങ്ങൾക്കും ഈ വക കാര്യങ്ങളിൽ അറിവില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളും അവരുടെ പ്രചാരണത്തിൽ വീണ് പോകാം, പെട്ടുപോകാം. ഈ എറണാകുളം എന്താണ് വോയിസ് ഓഫ് എറണാകുളം, കലയന്താനി കാഴ്ചകൾ, അങ്ങനെ അവർക്കൊന്നും ഇരിക്കപ്പുറതിയില്ല. പിന്നെ ഇപ്പം കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്റെ അനുവാദം ഇല്ലാണ്ട് എന്നെയൊക്കെ ചേർത്തിരിക്കുക. എന്തിനെന്നറിയോ? ആ വാട്സാപ്പ് ഗ്രൂപ്പുകൾ മുഴുവൻ എന്നെ തെറി പറയാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന, എന്നെ തെറി പറയാൻ വേണ്ടി കുറെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ എന്റെ അനുവാദമില്ലാതെ അവരൊക്കെ ചേർത്തിരിക്കുക, എന്റെ പേര് ചേർത്തിരിക്കുക. ഞാൻ അതിനകത്ത് അവർക്ക് കിടക്കട്ടെ. ഈ പലരും എന്നോട് ചോദിക്കാൻ, അച്ഛന് ഈ തെറികൾ കേൾക്കും അച്ഛന് വിഷമമുണ്ടോന്ന്. എന്ത് വിഷമം? എന്ത് വിഷമം? സത്യമായ കാര്യം വിമർശനമാണെങ്കിൽ ഞാൻ ഉൾക്കൊള്ളും. അല്ലാത്തതൊക്കെ ഇത്തരം വൃത്തികേടുകൾ പറയുന്നത് നമ്മൾ എന്തിനു വിഷമിക്കണം? അവരുടെ സ്റ്റാൻഡേർഡ്, അവരുടെ മനസ്സ്, അവരുടെ ഈ മലീമസമായ മനസ്സ് വെളിപ്പെടുന്നല്ലാതെ എന്നെ അത് ബാധിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എന്നെ ബാധിക്കുമെന്ന്? എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്ക് മനസ്സിലാകും. എല്ലാവർക്കും അറിയാം എന്നെ ബാധിക്കില്ല. അത് ഒരു രോമം പോലും ബാധിക്കില്ല. അത് പോട്ടെ. ഈ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഐൻസ്റ്റൈനെതിരെ 100 ശാസ്ത്രജ്ഞന്മാർ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഹിറ്റ്ലർ ഒരു പുസ്തകം എഴുതിച്ചു ഐൻസ്റ്റൈനെതിരെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു, എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ 100 ശാസ്ത്രജ്ഞന്മാരൊന്നും എനിക്കെതിരെ എഴുതേണ്ട കാര്യമില്ല, ഒരാൾ പറഞ്ഞാൽ തന്നെ അധികം. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ 100 ശാസ്ത്രജ്ഞന്മാരൊന്നും വേണ്ട, ഒരാൾ പറഞ്ഞാൽ മതി. മാണിപ്പറമ്പലച്ചന് തെറ്റുപറ്റിയാൽ തെറ്റുപറ്റാം, മനുഷ്യനാണ്, തെറ്റുപറ്റാം. നിങ്ങൾ ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടും പുറകെ ഇങ്ങനെ പപ്പരാക്സികളെ പോലെ പിന്നാലെ നടന്ന് എന്റെ മുറയിൽ തകർക്കാൻ നോക്കിയിട്ടൊന്നും കാര്യമില്ല. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ മതി, ഞാൻ സ്വീകരിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് ബോക്സ് അടയ്ക്കാത്തതിന്റെ കാരണം. എനിക്ക് തെറ്റുപറ്റിയെങ്കിൽ കറക്റ്റായിട്ട് ചിലപ്പോൾ തെറ്റുപറ്റിയിട്ടുണ്ട്, നാക്കുപിഴ വന്നിട്ടുണ്ട്, ചിലപ്പം ഓർമ്മ ഇല്ലേ, ചില പേരുകൾ പറഞ്ഞപ്പോഴും കൊല്ലം പറഞ്ഞ വ്യത്യാസം വന്നിട്ടുണ്ട്, അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് എന്റെ കണ്ണിൽപ്പെട്ടതിലെല്ലാം നന്ദി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റുപറ്റാം എനിക്ക് ഇല്ലെന്നില്ല. പക്ഷേ ഈ മൊറയിൽ തകർക്കാമെന്ന് വിചാരിച്ചിട്ട് വൃത്തികേടുകൾ പ്രചരിപ്പിച്ചാൽ അത് നമ്മളെ ബാധിക്കില്ല. ഈ ഫേസ്ബുക്കിലും അതുപോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലും മാണിപ്പറമ്പലത്തിലും ചില സ്ത്രീകൾ നിൽക്കുന്ന ഫോട്ടോഗ്രാഫ്സ് തപ്പിയെടുത്ത് മോശം ക്യാപ്ഷനുകളിട്ട് പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ നടത്തിയാൽ മാണിപ്പറമ്പലച്ചന് മുറയെ തകർക്കാം, സഭയെ തകർക്കാം എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാണ്, ആ പരിപ്പ് ഇവിടെ വേവില്ല, ആ പരിപ്പ് ഇവിടെ വേവില്ല. ഇപ്പോ എനിക്ക് ഒരു സ്ത്രീ ഇട്ടുന്നൊരു ഫോട്ടോ, അതായത് ജർമ്മനിയിലെ ബെർലിനിൽ, അവിടെ ഞാൻ 5 കൊല്ലം കൊണ്ട് 30 ധ്യാനങ്ങൾ, വീക്കെൻഡ് റിട്രീറ്റ്, വെള്ളി ശനി ഞായർ അങ്ങനെ 30 ധ്യാനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട് ജർമ്മനിയിലെ ബെർലിനിൽ. അവിടെ ഒരു കൊല്ലം, 2010 മറ്റാന്ന് തോന്നുന്നു, 2007 മുതലാണ് ഞാൻ യൂറോപ്പിൽ പ്രസംഗിക്കാൻ തുടങ്ങിയത്. 2003 ഞാൻ വിദേശത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയത്. 2003 ആ കൊല്ലമാണ് എന്നെ ഡോക്ടറേറ്റ് കഴിഞ്ഞത്. 2007 ഞാൻ യൂറോപ്പിൽ തുടങ്ങുന്നത്. അങ്ങനെ ആ സമയത്ത്, അപ്പോൾ ആ ഘട്ടത്തിൽ ഏതോ ഒരു സമയത്തുള്ള ഒരു ഫോട്ടോ, അതായത് ആ സമയത്ത് ബെർലിനിൽ എന്നെ ക്ഷണിക്കാൻ, ഈ പോളണ്ടിലേക്ക് എന്നെ ക്ഷണിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് വന്നു. അതിന്റെ ലീഡർ, അതിന്റെ കുറച്ച് പേരുണ്ടായിരുന്നു. അവര് ജർമ്മനി എന്നാണ് എൻ്റെ ഓർമ്മ. അവര് നിർത്തിയിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോയിൽ അതിന്റെ ലീഡർ ഇങ്ങനെ എന്നോട് ചേർന്ന് ഇങ്ങനെ പതുക്കെ കൈയോടെ പിടിച്ചിട്ടുണ്ട് എന്നെ, അതായത് അടുപ്പം കാണിക്കുന്നത്.
ആ ഫോട്ടോ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. ആരോ ഇട്ടിട്ട് അതിൻ്റെ താഴെ ഒരു കമന്റ്. എന്താണ് കമന്റ്? പൊതുസ്ഥലത്ത് പരസ്യമായിട്ട് പകൽ സമയത്ത് ഫോട്ടോ എടുത്തിട്ട് അത് തപ്പിയെടുത്തിട്ട് അതിന് ക്യാപ്ഷൻ ഇട്ടിരിക്കുകയാണ്. എന്താണ് ആ ക്യാപ്ഷൻ? ഇങ്ങനെയാണ്: ഉസ്താദ് മാണിപ്പറമ്പൻ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ നാസ പുറത്തുവിട്ടു. അതാണ് അതിന്റെ ക്യാപ്ഷൻ. ഉസ്താദ് മാണിപ്പറമ്പൻ സഭയോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ നാസ പുറത്തുവിട്ടു. നമ്മൾ എന്തായാലും ഉത്തരം പറയുക? അത് എനിക്ക് അയച്ചു തന്നത് എൻ്റെ ഇതിലേക്ക് എങ്ങനെയോ നമ്പർ തട്ടിയിട്ട് ഏതൊരു നിമ്മി ഈ ആഭിചാര കുർബാന കണ്ട് മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരു നിമ്മി ആ ഫോട്ടോഗ്രാഫ് എനിക്ക് ഫോർവേഡ് ചെയ്തിട്ട് അതിന് താഴെ അവളുടെ വക ഒരു ക്യാപ്ഷൻ: ഉസ്താദ് മാണിപ്പറമ്പൻസ് ലീലാവിലാസങ്ങൾ. പിന്നെ വീണ്ടും ഒരു കമന്റ്: നല്ല ചേർച്ച, മക്കൾക്ക് ആരുടെ നിറമാണ്? ഞാൻ ഇച്ചിരി ഇരുണ്ട നിറമാണ്, ആ സ്ത്രീ വെളുത്തതാണ്, യൂറോപ്യൻ കളർ. അപ്പോൾ ഞാനും കൂടെ നിൽക്കുന്ന പരസ്യമായി വലിയ അവരുടെ കൂടെ ഉള്ളവരാണ് ഫോട്ടോ എടുത്തെന്ന് ഓർക്കണേ. പൊതുസ്ഥലത്ത് പകൽ സമയത്ത് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് പറയാണ്. അവരിങ്ങനെ വൃത്തികേട് ഊഹിച്ച് അല്ലേ, അങ്ങനെ മക്കൾക്ക് ഏത് കളറാണ്? ഈ നിമ്മി ഏതാ നിമ്മി എന്ന് എനിക്കറിയില്ല. ആ നിമ്മിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എനിക്ക് തോന്നിയ കാര്യമാണ്. ഈ നിങ്ങളുടെ കെട്ടിയോന് നിറമില്ലാത്തതും കഴിവില്ലാത്തതും നിന്നെ തൃപ്തിപ്പെടുത്താൻ സാധിക്കാത്തതും നീ ഇങ്ങനെ പരസ്യമാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ നിന്റെ പിള്ളേർക്ക് നീ വിചാരിച്ച നിറമല്ല എന്നതിന്റെ കുറ്റം എനിക്കാണോ? നിമി, നിന്റെ കെട്ടിയോൻ വേറെ സ്ത്രീയുടെ കൂടെ നിൽക്കുന്ന കണ്ടാൽ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ ലീലാവിലാസമാണെന്നാണോ നീ കരുതുന്നത്? അതോ ഇനി ലീലാവിലാസം എന്ന വാക്കിന്റെ അർത്ഥം നിനക്ക് അറിയാത്തത് കൊണ്ടാണോ? നീ ബൈബിൾ വായിച്ചിട്ടുണ്ടോ നിമി? മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 9-ാമത്തെ വായിക്കുന്നു വായിച്ചേ. സ്ത്രീകള് കർത്താവിന്റെ കാൽക്കൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ആരാധിച്ചെന്ന. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ടോ? 1 മുതൽ 17 വരെ. ഈ നീ എന്നെ പിടിച്ചു വെക്കാതിരിക്കുമെന്നാണ് മറിയം മഗ്ദലേനോട് ഈശോ മിശിഹ പറയണേ. മറിയം മഗ്ദലേന അങ്ങനെ പിടിച്ചു വെക്കുകയാണ് ഈശോയെ. ലൂക്കാസ് സുവിശേഷം 7-ാമത്തെ അധ്യായം വായിച്ചിട്ടുണ്ടോ നിമ്മി? അവിടെ ഒരു സ്ത്രീ കർത്താവിന്റെ കാൽക്കലിരുന്നു. അവള് കാൽക്കലിരുന്നപ്പോൾ അവളുടെ പാപത്തെക്കുറിച്ച് ഓർത്തു, കണ്ണീര് ഒഴുകാൻ തുടങ്ങി. അത് കർത്താവിന്റെ കാൽക്കൽ വീണു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലണ്ടപ്പം അവള് തലമുടി കൊണ്ട് തന്നെ തുടച്ചു. പിന്നെ തെരുതര ചുംബിക്കാൻ തുടങ്ങി. കർത്താവ് കാല് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല, അവൾ ചുംബിക്കുന്നതിൽ നിന്നും വിരമിച്ചിട്ടില്ലെന്ന് ആ ഫരിസയനായ ശിമിയോനോട് പറയുകയും ചെയ്തു. അപ്പോൾ ഈശോ മിശിഹായുടെ ലീലാവിലാസങ്ങൾ എന്ന് നിമ്മി പറയുമായിരുന്നല്ലോ. സ്ത്രീകൾ ഈശോയെ കെട്ടിപ്പിടിക്കുന്നു, മറിയം മഗ്ദലേന കെട്ടിപ്പിടിക്കുന്നു, ഈ സ്ത്രീ കാലിങ്ങനെ തെരുതര ചുംബിച്ചുകൊണ്ടിരിക്കുന്നു. അത്രയൊന്നും എൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. എന്നിട്ടും മാണിപ്പറമ്പന്റെ ലീലാവിലാസങ്ങൾ എന്ന് പറയുന്ന നിമ്മി ഈശോ മിശിഹായുടെ ലീലാവിലാസങ്ങൾ എന്ന് എഴുതി വിടുമായിരുന്നല്ലോ. പിന്നെ അങ്ങനെ ഒരാണും പെണ്ണും സുഹൃത്തുക്കൾ ചേർന്ന ഉടനെ കുട്ടി ഉണ്ടാവുക, പിന്നെ കുട്ടികൾക്കുള്ള നിറം അന്വേഷിച്ച് പോകുക. എന്തൊരു കഷ്ടമാണ് ഈ നിമ്മി നീ ചെയ്യുന്നത്. നീ മാത്രമല്ല, നിന്റെ കൂടെയുള്ള സകല മനുഷ്യരും ഇങ്ങനെയാണ്. ആണും പെണ്ണും ഇതുപോലെയാണ്. എനിക്ക് ഇതിനേക്കാളും കൗതുകം തോന്നിയൊരു സംഗതിയുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള മിക്കവാറും എല്ലാ വർഷവും യൂറോപ്പിൽ നിന്നുള്ള ഒരു 36-40 പേരെ തോമാസ് ലീഹ കാൽപാദങ്ങളിൽ ധ്യാനം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോകാറുണ്ട് എല്ലാ വർഷവും. ചില സമയത്ത് അതായത് കുറെ പേര് വന്നിട്ട് രണ്ടാമത് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രാൻസിസ് സേവിയർ, മദർ തെരേസ, അതുപോലെ ഈ കൽക്കട്ട, ഗോവ ഇങ്ങനെ സ്ഥലങ്ങൾ പോകാറുണ്ട്. അപ്പം അതെല്ലാം ധ്യാനം ക്ലാസ്സുകളാണ്. അതിന്റെ കൂട്ടത്തിൽ ജീവിതത്തിൽ ഒരിക്കലാക്കിയാണ് ഇന്ത്യയിൽ വരാൻ പറ്റുക. അപ്പം നമ്മൾ ചില സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഇപ്പോൾ താജ്മഹലോ അങ്ങനെയെല്ലാം കാണിച്ചു കൊടുക്കും ചെയ്യും. അപ്പോൾ ഒരു അല്പം വിനോദമുണ്ട്, എന്നാൽ കൂടുതലും ധ്യാനമാണ്. അങ്ങനെ വന്നൊരു സമയത്ത് ഞാനും ഗോവയിൽ വെച്ചിട്ടാന്ന് തോന്നുന്നു കാപ്പി കുടിക്കുന്ന സമയത്ത് ഞാനും കുറച്ച് പേരും ഡാൻസ് ഇല്ലേ, നമ്മളൊരു ഗ്രൂപ്പ് ആകുമ്പോൾ ഡാൻസ് ചെയ്യുന്നു. പരസ്യമായിട്ട് ഇല്ലേ ഒരു റെസ്റ്റോറൻറ്റിന്റെ മുമ്പിലാണെന്ന് എനിക്ക് തോന്നുന്നേ. നമ്മളത് ആനിമേറ്റ് ചെയ്യുന്നതാണ്. അപ്പം ഞാനും അവരും ഡാൻസ് ചെയ്യുന്നൊരു വീഡിയോ, ഒരു ചെറിയ ഡാൻസ്, വലിയ ഡാൻസ് ഒന്നും എനിക്ക് ഡാൻസ് അറിയില്ല, ഒന്ന് ആനിമേറ്റ് ചെയ്യുന്നതാണ്. അത് വീഡിയോ എടുത്തിട്ട് ആ അച്ഛനാണല്ലോ, അപ്പോൾ അതുകൊണ്ടൊരു അവർക്കൊരു സംഗതി ഉണ്ടാകുന്ന വീഡിയോ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവണം. ചിലപ്പോൾ എൻ്റെ സൈറ്റിലാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അതെടുത്തിട്ട് പ്രചരിപ്പിക്കുന്ന ആരാന്ന് അറിയാമോ? ഇരിങ്ങാലക്കര രൂപതയിലെ ചില അച്ഛന്മാർ. അതിൽ ഒരച്ഛൻ കഴിഞ്ഞ മുമ്പിൽ തൊട്ടുള്ള 75 വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത ആളാ.
അപ്പോൾ ഞാനും ഈ കുറച്ച് യൂറോപ്യൻസും പരസ്യമായിട്ട് റെസ്റ്റോറൻറ്റിന് മുമ്പിൽ പരസ്യമായിട്ട് ഇങ്ങനെ ഒരു പിക്നിക്കിന്റെ മൂഡിൽ ഡാൻസ് പോലെ ചെയ്യുന്നത്, അത് കണ്ടിട്ട് ഇവർക്ക് വികാരം അടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ 75-77 വയസ്സ് കഴിഞ്ഞ ഈ അച്ഛൻ്റെ ഒക്കെ എന്തായിരുന്നു അവരുടെ ബ്രഹ്മചര്യം? എന്തായിരുന്നു അവരുടെ ഈ കണ്ണടക്കവും കയ്യടക്കവും ഒക്കെ? അവർക്ക് ഇങ്ങനെ വികാരങ്ങളുടെ തരിപ്പ് മാറണില്ലേ? ഇത് കാണുമ്പോഴേക്കും ഇങ്ങനെ വികാരം കൊള്ളുകയാണോ? അച്ഛന്മാർക്ക് ചേർന്ന പണിയാണോ ഇത് കിട്ടിപാടെ തന്നെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്? അതും എമിരിറ്റസ് ആയ ആളുകൾ. ഇത് ഞരമ്പ് രോഗമല്ലേ? അതും എൻ്റെ സഹോദര വൈദ്യരിൽ ഒരാൾ, എൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരാൾ. കഷ്ടമാണ് കേട്ടോ, കഷ്ടം. എനിക്കല്ല കഷ്ടം, നിങ്ങൾക്ക്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇങ്ങനെ ഇട്ടിട്ട് എന്താണ് കാര്യങ്ങൾ? എന്ത് കാര്യമാണ്? ഒരു പുരുഷനെയും സ്ത്രീയും ഒരുമിച്ച് കണ്ടാൽ ഉടനെ തന്നെ വൃത്തികേടുകളാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? അതും തരം താണ ലൈംഗിക ചിന്തകൾ മാത്രം. എന്തുകൊണ്ട്? ഞരമ്പ് രോഗികൾ, പൊതുവെ കേരളക്കാർ ഞരമ്പ് രോഗികളെന്ന് പറയും. നമ്മൾ ഈ ക്രിസ്ത്യാനികൾ അങ്ങനെയാകാൻ പാടുണ്ടോ? അതിൽ വൈദികർ അങ്ങനെയാകാൻ പാടുണ്ടോ? ഇങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയൂ. ഈ തീരെ തറയായിട്ട് ശീലശുദ്ധിയില്ലായ്മയാണ് ഈ എറണാകുളം വിമതരുടെ അതുപോലെ അൽമായി മുന്നേറ്റക്കാരുടെ ഒരു പൊതു സ്വഭാവം. അധാർമികത പോറ്റി വളർത്തുന്നവരാണ് അവർ, അധാർമികതയെ. അപ്പൊ അവർക്ക് അതാണ് അവർ പൊതു നയം. അപ്പൊ അവർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ കഴിയൂ. പിന്നെ നിങ്ങൾ ചില സാംസ്കാരികമായിട്ട് ചില കാര്യങ്ങൾ അറിയണം. യൂറോപ്പിൽ, പ്രത്യേകിച്ച് പോളണ്ടിലൊക്കെ വന്ദനം എന്ന് പറയുന്നത്, അഭിവാദ്യം എന്ന് പറയുന്നത് ആലിംഗനം ചെയ്താണ്. സ്നേഹം തോന്നിയാൽ അവർ കവിളിലൊക്കെ അങ്ങനെ ചുംബിക്കും ചെയ്യും. വളരെ സ്നേഹം തോന്നിയാൽ അവർ കെട്ടിപ്പിടിച്ച് അത് സ്നേഹം കാണിക്കും. അവർക്ക് യാതൊരു വൈക്ലഭ്യ കാര്യത്തിലില്ല. ഗാഠമായ ആലിംഗനം ചെയ്യും ചിലപ്പോൾ. അത് ഞാനിപ്പം എത്ര വർഷമായി ഇവിടെ, അപ്പൊ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരുടെ സ്നേഹം അവർ പ്രകടിപ്പിക്കും. പക്ഷേ രഹസ്യത്തിൽ സൂത്രത്തിലൊന്നും ചെയ്യില്ല. രണ്ടുപേര് മാത്രമുള്ളപ്പോൾ അത് ചെയ്യില്ല. ഞാൻ ക്രാക്കോയിൽ ഒരു ധ്യാനത്തിന് പോയപ്പം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് എൻ്റെ ധ്യാനം സംഘടിപ്പിക്കണേ. അപ്പൊ തലേ ദിവസം ആ സ്റ്റേഡിയം കാണിക്കാനും പിന്നെ മൈക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ തന്നെ എൻ്റെ ഒരു ട്രാൻസ്ലേറ്റർ, എനിക്കിവിടെ സ്ത്രീകളായിട്ട് തന്നെ 4-5 ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, പുരുഷന്മാരായിട്ട് 2 ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഓർഗനൈസേഴ്സ് ഉണ്ട്. അവരെല്ലാം ആയിട്ടാണ് ഞാൻ ഈ പോകുന്നത്. അപ്പൊ എൻ്റെ കൂടെ സ്ത്രീകളും പുരുഷന്മാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവര് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുറച്ച് ഓർഗനൈസേഴ്സ് പോയി. എൻ്റെ കൂടെ തർജ്ജമ ചെയ്യാനുള്ള ഒരു 30 വയസ്സുള്ള സ്ത്രീ ആയിരിക്കണം എൻ്റെ കൂടെ ഈ ഇൻഡോർ സ്റ്റേഡിയം കാണിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഈ മൈക്കും മറ്റു സംഗതികൾ കാണിക്കാൻ. അപ്പോൾ അവർ മുൻപും പല പ്രാവശ്യം എൻ്റെ പ്രസംഗങ്ങൾ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അവർ ഭയങ്കര എൻ്റെ ഒരു ഫാനാണ്. അങ്ങനെ അവിടെ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു വാക്ക് ഞാൻ പറയുകയാണ്. എനിക്ക് അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മൻ തരണം വന്നുണ്ട്. പക്ഷെ ഇവിടെ ആരും ഇല്ലാണ്ടായി പോയി. അതായത് രഹസ്യത്തിൽ രണ്ടുപേര് തനിച്ചായിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമല്ല അത്. കാരണം ഇത് സൗഹൃദത്തിന്റെ ലക്ഷണമാണ്. ഇവിടെ ആരും ഇല്ലാതായി പോയി. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മൻ ചെയ്തേനെ. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് അച്ഛൻ്റെ ക്ലാസ്സും. അങ്ങനെ ഞാൻ ഇത്തവണ ഈ അമേരിക്കയിൽ പോയി ഈ ഫെബ്രുവരി മാസത്തിൽ. ഇവിടുന്ന് ഒരു വൈദികനാണ് എന്നെ കൊണ്ടുപോയത്. ഞാൻ അവിടെ ചെന്നു. അവിടെ സിസ്റ്റേഴ്സിന്റെ അവിടെയും അങ്ങനെ സ്ഥലത്തും ഞാൻ അതിനെക്കുറിച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ഇട്ടിരുന്നു. ഈ കത്തോലിക്ക കരിസ്മാറ്റിക് പ്രസ്ഥാനം തുടങ്ങിയ സ്ഥലത്തൊക്കെ ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഞാൻ മാത്രമാണല്ലോ ഇച്ചിരി ഇരുണ്ട നിറം, ബാക്കിയുള്ളവരൊക്കെ വെളുത്തവരാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇതാണല്ലേ മാണിപ്പറമ്പിലച്ഛൻ, അച്ഛനെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു. അപ്പോൾ എന്നെ കൊണ്ടുപോയി അച്ഛൻ, പോളണ്ടിൽ നിന്നുള്ള ആ അച്ഛൻ പറഞ്ഞത്, ഐ എം അണ്ടർ ദ സ്പെൽ ഓഫ് ഹിസ് സ്പീച്ചസ് എന്നാണ്. എൻ്റെ പ്രസംഗങ്ങളിൽ അദ്ദേഹത്തിൽ ആവേശിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പണമെടുത്ത് അദ്ദേഹം തന്നെ എല്ലാം ചെരുപ്പെടുത്തി എന്നെ കൊണ്ടുപോയത്. അവിടെ എനിക്കൊരു 10 പൈസ ചെലവില്ല. പിന്നെ എന്തിനെന്നെ കൊണ്ടുപോകണേ? എൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ട് അതല്ലേ ബൈബിളിനെ കുറിച്ചുള്ള വ്യാഖ്യാനം കേട്ട് അത് ആവേശിച്ചിരിക്കുകയാണ് അച്ഛൻ എന്നാണ് അച്ഛൻ പറഞ്ഞത്. അമേരിക്കയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ പറയാണ്, ഞങ്ങൾ അച്ഛനെ കുറിച്ച് ഒരുപാട് കേട്ടിരിക്കുന്നു, ഇതാണല്ലേ മാണിപ്പറമ്പിലച്ഛൻ. ഈ ജൂലൈ മാസം ആദ്യത്തിൽ ഞാൻ ഇറ്റലി പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ഒരു 1.5 ആഴ്ച മുമ്പ്. അതിനു മുമ്പ് ഒരു മെയ് മാസത്തിലും ഞാൻ ഇറ്റലിയിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഓസ്ട്രിയ, ഇറ്റലിയിലൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇറ്റലിയുടെ റോമിൽ ചെന്നപ്പോൾ അപ്പോൾ എൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെ എനിക്കൊന്ന് 39 പേരാണ്. ഈ ഞങ്ങളിങ്ങനെ കാര്യങ്ങൾ കാണുമ്പോൾ ഒരാൾ ഓടി വന്ന് അച്ചോ എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ എന്നെ കൊണ്ടുപോയ വികാരിയച്ഛനും എൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു, അച്ഛനൊരു സെലിബ്രിറ്റി ആണല്ലോ. റോമ എന്ന് പറഞ്ഞ നഗരത്തിൽ പോലും അച്ഛന് ആരാധകരുണ്ട്. ആരാധകർ എന്ന് പറഞ്ഞാൽ ഫാൻ എന്ന അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ അതൊക്കെ അവർ ഫോട്ടോ എടുക്കും.
ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയുന്നതിൽ ക്ഷമിക്കണം. പക്ഷെ ചെറിയൊരു സെലിബ്രിറ്റിയാണ് ഞാൻ, ചെറിയൊരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അതിൻ്റെയൊക്കെ ഫോട്ടോസ് അവർ ചിലപ്പം അവരുടെ ഫേസ്ബുക്കിൽ പേജിലിടാം, ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ വരാം. ഇതൊക്കെ സ്വാഭാവികമായ സംഗതിയാണ്. ഇത് മറ്റൊരു സംസ്കൃതിയുടെ ഭാഗമാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുന്നതിന് പകരം ഇവിടെ ചെയ്യുന്ന രീതിയാണ്. അതിനെല്ലാം ഈ തെറ്റായ ചിന്തയിലൂടെ മോശമായി കണ്ട് അതെല്ലാം ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എത്ര തരം താണ പരിപാടിയാണ്, എത്ര തരം താണ പരിപാടി. അതുപോലെ തന്നെ ഒരു കഴിഞ്ഞ മാസം ജൂൺ മാസത്തിൽ ഞാൻ ഫ്രാൻസിൽ ലൂർദിലായിരുന്നു. അവിടെ ലൂർദിൽ എൻ്റെ കൂടെ അപ്പോഴും ആൾക്കാരുണ്ട്. ഒരു ഇന്ത്യക്കാരൻ വൈദികൻ വളരെ ദൂരെ നിന്ന് ഓടി വന്ന് ഷെയ്ഖൻ്റെ എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞു മണിപ്പർമൽസനാണ് അല്ലേ, മണിപ്പർമൽസനാണ്, ഞങ്ങൾ അച്ഛൻ വീഡിയോസ് കാണുന്ന ആളൊക്കെ പറഞ്ഞ പുള്ളി പരിചയപ്പെടുത്തി. അപ്പോഴും എൻ്റെ കൂടെയുള്ളവർക്ക് അത്ഭുതമായി. ഈ ഫ്രാൻസ് ലൂർദിലൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് വരുന്നത്. അവിടെയും എന്നെ തിരിച്ചറിയാൻ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ. അതൊരു ചെറിയ കാര്യമല്ല. ഞാൻ പറഞ്ഞു എന്നെ പുകഴ്ത്താന്ന് വിചാരിക്കരുത്. അപ്പം അങ്ങനെയുള്ള ഒരാള്, പിന്നെ എനിക്കിവിടുത്തെ ഭാഷകളൊന്നും തന്നെ കാര്യമായിട്ട് അറിയില്ല. അത്യാവശ്യം കുർബാന ചൊല്ലാനൊക്കെ അറിയാം. പക്ഷെ അപ്പം നമ്മുടെ ഈ മംഗ്ലീഷ് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ഇല്ലാത്തൊരു ഇംഗ്ലീഷാണ്. അതൊക്കെ നമ്മളങ്ങനെ ശീലിച്ചു പോയി. നമുക്ക് ബ്രിട്ടീഷ് ആക്സെന്റോ അമേരിക്കൻ ആക്സെന്റോ ഒന്നും ഇല്ലാത്ത ഒരു ഇംഗ്ലീഷ് ആക്സെന്റ് ഉള്ള, അതും നമ്മൾ അത്ര സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് പറയുന്നവരല്ലല്ലോ. ആ ഇംഗ്ലീഷ് ഭാഷയിൽ അത്ര ഹൈ അല്ലാത്തൊരു ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മുടെ ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് വരികയും സ്ഥിരമായിട്ട് അവരിങ്ങനെ ഇങ്ങനെ ക്ഷണിച്ച് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അപ്പം അതിനകത്ത് എന്തെങ്കിലും ഒരു കാമ്പ് ഉണ്ടാകുമല്ലോ, എന്തെങ്കിലും ഒരു കാമ്പ് ഉണ്ടാകുമല്ലോ. നിങ്ങൾ എൻ്റെ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കൂ, അതിനകത്ത് കാമ്പുണ്ടോ ഇല്ലയെന്ന് അറിയാം. നിങ്ങൾ പുസ്തകങ്ങളൊക്കെ വായിക്കാതെ മാണിപ്പർമൽസനുമായിട്ട് സംവാദത്തിന് തയ്യാറാണോ എന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഞാൻ സംവാദത്തിന് തയ്യാറാ, പരസ്യമായി സംവാദത്തിന് തയ്യാറാ. ഒറ്റ വ്യവസ്ഥ, ഞാൻ 105 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് ഒരു പ്രാവശ്യം വായിച്ചിട്ട് വേണം വരാൻ. ഞാൻ എഴുതിയത് എന്തെന്നറിയാതെ എന്നോട് സംവാദത്തിന് വരുന്നത് ശരിയല്ലല്ലോ. മുഖ്യമന്ത്രി ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ മുഖ്യമന്ത്രി എന്തൊക്കെ ചെയ്യുന്നാൽ ചെറിയൊരു അറിവെങ്കിലും ഉണ്ടാവണ്ടേ. 105 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഇംഗ്ലീഷും ഒക്കെ പോട്ടെ, ഇംഗ്ലീഷും ജർമ്മനും പോളിഷും ഒക്കെ പോകട്ടെ. മലയാളത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ അതൊന്ന് വായിച്ചിട്ട്, അത് വായിച്ച് ആരാണ് എല്ലാം വായിച്ചിരിക്കുന്നത് അവരുമായിട്ട് സംവാദത്തിന് ഞാൻ തയ്യാറാണ്. വിമതരോ മുന്നേറ്റക്കാരോ ആരായാലും എനിക്ക് വിരോധമില്ല. പക്ഷെ എൻ്റെ പുസ്തകങ്ങൾ വായിക്കാതെ ഞാനുമായിട്ട് സംവാദത്തിന് വരുന്നത് മര്യാദയല്ലല്ലോ, മര്യാദയല്ല. അപ്പൊ അത് ഞാൻ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഈ വോയിസ് ഓഫ് എറണാകുളത്തിനോ കലയന്താനിക്കോ മറ്റേ നിമ്മിക്കോ ആർക്ക് വേണമെങ്കിലും തപ്പാം. തപ്പിയാൽ ഇതിലുള്ളതോ ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായ ഫോട്ടോഗ്രാഫ്സ് കിട്ടും. പിന്നെ ഇപ്പം AI ടൂള്, ഡീപ്പ് ഫേക്ക്, ഇങ്ങനെ കുറെ സംഗതികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ടും വേണമെങ്കിൽ ഈ മാണിപ്പറമ്പലച്ചനെയോ ലോകത്തുള്ള ഏറ്റവും സുന്ദരിമാരെയൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ വീഡിയോസ് ഉണ്ടാക്കാം. നിങ്ങൾ ടാർഗറ്റ് ചെയ്യൂ, പരമാവധി വ്യക്തിഹത്യ നടത്താൻ നോക്കൂ. അത്രയും നിങ്ങൾ താന്നു പോകും എന്നല്ലാതെ ഞാൻ താന്നു പോകില്ല. അപ്പോഴും ഞാൻ ഇരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് എന്നോട് ഇത്ര വെറുപ്പ്? സഭയുടെ കുർബാന ചൊല്ലണം എന്ന് ഞാൻ പറഞ്ഞതിനോ? മാർപ്പാപ്പ അംഗീകരിച്ച് കുർബാന ചൊല്ലണം എന്ന് പറഞ്ഞതിനോ? മെത്രാൻസിനോട് അംഗീകരിച്ച് കുർബാന ചൊല്ലണം എന്ന് പറഞ്ഞതിനോ? ഇതിപ്പോൾ നിങ്ങൾ ചൊല്ലി തുടങ്ങേണ്ടി വന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ശരി? നിങ്ങളിപ്പോൾ കുറച്ചെങ്കിലും ചൊല്ലി തുടങ്ങേണ്ടി വന്നില്ലേ? അപ്പോൾ മാണിപ്പറമ്പലച്ചനാണ് 100% ശരി, നിങ്ങളാണ് 100% തെറ്റ്. ആ തെറ്റ് നിങ്ങൾക്ക് അംഗീകരിക്കുന്നതിന് പകരം എന്നെ ടാർഗറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മാർപ്പാപ്പി അനുസരിക്കണമെന്ന് പറഞ്ഞതിനാണ് നിങ്ങൾ എന്നെ ഈ കല്ലെറിയുന്നത്. അത് ഞാൻ അങ്ങ് ആസ്വദിക്കും. പിന്നെ ഇങ്ങനെ വ്യക്തിഗത ചെയ്താൽ ഞാൻ സഭയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടം അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയങ്ങൾ കൊണ്ട് ഖണ്ഡിക്കൂ. അതിന് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിഗത തുടരാം. ഇതിനൊക്കെ ഞാൻ മറുപടി കൊടുക്കണോ, ഇത്രമാത്രം തരം താഴണോ എന്നൊക്കെ എന്നെ സ്നേഹിക്കുന്നവർ വിചാരിക്കുന്നുണ്ടാകും. അവർ തറയല്ലേ, അതെല്ലാം അവഗണിക്കുകയല്ലേ നല്ലത്? ആയിരിക്കാം. എങ്കിലും എറണാകുളം വിമതർ എത്ര തറയാണെന്നും അവരെ കൂടെ നിൽക്കുന്നവർ എത്ര നിലവാരമില്ലാത്തവരാണെന്നും നമുക്ക് വ്യക്തമാക്കണ്ടേ? അത് വ്യക്തമാക്കേണ്ടത് ആവശ്യമല്ലേ? മാത്രമല്ല, ഇവർ വ്യക്തിഹത്യ നടത്തിയും ബ്ലാക്ക് മെയിൽ ചെയ്തുമാണ് ആളുകളുടെ വീര്യം കെടുത്താനായിട്ട് ശ്രമിക്കുന്നത് അല്ലേ? ഇവരുടെ ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഈ സൈബർ ആക്രമണം, അത് പേടിച്ചിട്ടല്ലേ പലരും രംഗത്ത് വരാത്തത്. ആ പരിപ്പ് എൻ്റെ അടുത്ത് വേവില്ല എന്നൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ? അതൊന്ന് അവരെ അറിയിക്കണ്ടേ? മാത്രമല്ല, എനിക്ക് ആവശ്യമെങ്കിൽ സൈബർ സെല്ലിൽ കൊടുക്കാൻ ഇഷ്ടം പോലെ വകുപ്പുകളുണ്ട്. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ്. സമയാകട്ടെ. ചുരുക്കത്തില് ഇത്തരം തരം താണ വ്യക്തിഹത്യകൾ നടത്താതെ ഞാൻ പറഞ്ഞ ആശയത്തോണ്ട് ഖണ്ഡിക്കാൻ നോക്കുക.
പിന്നെ ഇവിടെ ആശയത്തെ ഖണ്ഡിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. എറണാകുളത്ത് ഞാൻ പറഞ്ഞത് മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന, ഏകീകൃത കുർബാന ചൊല്ലണം. അതാണ് എൻ്റെ നിലപാട്. നിങ്ങൾ ചൊല്ലി തുടങ്ങിയല്ലോ. അതായത് നിങ്ങൾ ഞാൻ പറഞ്ഞ വഴിക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ശവകൂടത്തിന് മുമ്പിൽ വെച്ച് രക്തപ്രതിജ്ഞ ഞാൻ പറഞ്ഞിരുന്നു. തുടക്കത്തിലേ ഞാൻ പറഞ്ഞിരുന്നു, എറണാകുളം വിമത വൈദികരെ കൊണ്ട് ഏകീകൃത കുർബാന അർപ്പിച്ചേ ഞാൻ അടങ്ങുമെന്ന്. അത് തന്നെയാണ് രക്തപ്രതിജ്ഞയിൽ ഞാൻ ചെയ്തത്. ഇപ്പൊ നിങ്ങൾ ഒരു കുർബാനയെങ്കിൽ ഒരു കുർബാന ഈ മാർപ്പാപ്പ പറഞ്ഞ കുർബാന ചൊല്ലാൻ തുടങ്ങിയല്ലോ. അപ്പൊ എന്റെ രക്തപ്രതിജ്ഞയും എന്റെ വ്രതം അതായത് എറണാകുളത്തെ വിമത വൈദികരെ കൊണ്ട് ഏകീകൃത കുർബാന ചൊല്ലിച്ചേ ഞാൻ അടങ്ങും എന്നെന്റെ വ്രതം, ആ വ്രതം നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയല്ലേ, പൂർത്തിയായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോ നിങ്ങൾക്ക് എന്നെ അറ്റാക്ക് ചെയ്യുന്നത് ശക്തി കൂട്ടാം. കാരണം നിങ്ങൾ തോറ്റു തുന്നം പാളീസായി കിടക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്നോട് പകയുണ്ടാകാം, കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാകാം. എന്റെ സ്റ്റാഫിനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇനിയും എന്നെ വ്യക്തിഗത നടത്തൂ. അപ്പോൾ എനിക്ക് കൂടുതൽ ശക്തി കിട്ടും. കാരണം ഞാൻ കർത്താവിന്റെ പക്ഷത്താണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരിക്കും അത്. നിങ്ങൾ എന്നെ ക്രൂശിക്കുമ്പോൾ ഞാൻ കർത്താവിന്റെ ക്രൂശിനോട് ബന്ധിക്കപ്പെടുകയാണ്. അപ്പോൾ എന്റെ തേജസ്സും അതുപോലെ തന്നെ വലുതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം കണ്ട് ഭയപ്പെട്ടു പോകുന്ന ഒരാളാണ് ഞാൻ എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.